ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. UG 3 പാർട്ട് 23 പാർട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഫത്തുൽ മുഈൻ്റെ നന്നാക്കിയ കിതാബിൽ 346 പേജ് വസഹബി തർജിമത്തിൻ എന്ന ഹെഡിങ്ങിൽ താഴോട്ട് വന്നാൽ കാണും വലവ് അഖദൽ ഖാദി നിക്കാഹ എന്നുണ്ട്. എല്ലാവരും കണ്ടല്ലോ, പേൻ എടുത്തല്ലോ, നോട്ട് ബുക്ക് വെച്ചല്ലോ. പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരംഭിക്കുമ്പോൾ മുമ്പത്തെ നിയമങ്ങളൊന്നും തെറ്റിക്കണ്ട. വലവ് അഖദൽ ഖാദി, ഖാദി ചടങ്ങ് നിർവഹിച്ചു നിക്കാഹ നിക്കാഹിന് ബിസ്സീഗത്തിൽ അറബിയത്തി, അറബി പദം മുഖേന. ഖാദി അറബിയിലാണ് ചൊല്ലിക്കൊടുത്തതെന്ന് അർത്ഥം. ലി അജമീൻ, ഒരു അനർബിയായ ആൾക്ക്. ലാ യഅരിഫു മാനഹൽ അസ്ലിയ, സീഗയുടെ അടിസ്ഥാന അർത്ഥം അയാൾക്കറിയില്ല. അപ്പോൾ അറബി കല്യാണമാണ്. അറബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുക കേരളക്കാരത്തിൽ. അപ്പോൾ ഖാദി അറബിയായ സീഗ വാചകം ഉപയോഗിച്ചു. ബി സീഗത്തിൽ അറബിത്തി, അറബി വാചകത്തിലൂടെ. ലിയാജമീൻ, അനർബിയായ ആൾക്ക്. ലാ യാരിഫു മാനഹൽ അസ്ലിയ, ഈ സീഗയുടെ അടിസ്ഥാന അർത്ഥം അറിയില്ല അയാൾക്ക്. അയാൾ മലയാളിയാണ്. ബൽ യാരിഫു, എങ്കിലും അയാൾക്കറിയാം, അന്നഹ, ആ സീഗ മൗദുഅത്തുൻ ലി അഖദിൻ നിക്കാഹി, വിവാഹത്തിൻ്റെ ചടങ്ങിന് നിയുക്തമാണെന്ന് അയാൾക്കറിയാം. അതിന് വ്യക്തമാക്കപ്പെട്ടതാണ്. നിക്കാഹ് എന്നൊക്കെ അയാൾ കേട്ടിക്കണു. അതിന് വിവാഹം അർത്ഥം അറിയില്ലെങ്കിലും നിക്കാഹ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മുമ്പിലേക്ക് അറിയാം. യാരിഫു, അയാൾക്കറിയും, അന്നഹ, ആ സീഗ മൗദുഅത്തുൻ, വെക്കപ്പെട്ടതാണ് ലി അഖദിൻ നിക്കാഹി, വിവാഹത്തിൻ്റെ ചടങ്ങിന്. അങ്ങനെ ഖാദി ചൊല്ലിക്കൊടുത്തു അറബി ഭാഷയിൽ. ഇയാൾക്ക് അറബി ഭാഷ അറിയില്ലെങ്കിലും ഈ പറയുന്ന വാക്ക് നിക്കാഹിനുള്ളതാണെന്ന് അറിയാൻ സാധിക്കുമെങ്കിൽ ആ നിക്കാഹ് സ്വീകാര്യമാണ് എന്ന് കഥ ഇപ്രകാരം അഫ്താബിഹി, ഈ സഹിയാണെന്നത് കൊണ്ട് തീരുമാനം നൽകിയിട്ടുണ്ട് ഷെയ്ഖുന, നമ്മുടെ ഗുരു ഇബ്നു ഹജർ ലൈതമി, വ ഷെയ്ഖു അത്തിയ്യത്തു, ഷെയ്ഖു അത്തിയ്യയും. ഇതനുസരിച്ചാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അതിൽ സുന്നികളായ ആളുകൾ മലയാളത്തിലും ചൊല്ലിക്കൊടുക്കും, അറബിയും ചൊല്ലിക്കൊടുക്കും. പിശുക്കുള്ള പുത്തൻവാദികൾ അറബിയിൽ മാത്രമേ ചൊല്ലിക്കൊടുക്കുള്ളൂ. വക്കാല ഫി ഷറഹയിൽ ഇർഷാദ് വൽ മിന്നാജ്, വക്കാല ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്, ഷറഹുൽ ഇർഷാദ്, ഷറഹുൽ മിന്നാജ് എന്നീ രണ്ട് ഷറഹുകളിൽ, ഷറഹൈനിയാണ്, ഇലാഫത്തിൽ യാവ് പോയതാ, ഷറഹയിൽ ഇർഷാദി എന്ന് കൊടുക്കുന്നത് അതാണ്. ഇർഷാദിൻ്റെയും മിന്നാജിൻ്റെയും രണ്ട് വിശദീകരണങ്ങളിലായി അന്നഹു, കാര്യം എന്താ ഷെയ്ഖുന പറഞ്ഞത്, ഇന്നഹു, നിശ്ചയമായും കാര്യം, ലാ യളുറു ലഹനുൽ ആമിയി, സാധാരണക്കാരൻ്റെ പിഴവ് ഉപദ്രവം ചെയ്യൂല. ലഹന് പറഞ്ഞ പിഴവ്, ആമിയ് സാധാരണക്കാരൻ, പണ്ഡിതനൊന്നല്ല. കഫതഹി താഇൽ മുതകല്ലിമി, സംസാരിക്കുന്നവനെ സൂചിപ്പിക്കുന്ന താഇന് ഫതഹ് നൽകുക. സവ്വജ്തു എന്ന് പറഞ്ഞിടത്ത് സവ്വജ്ത എന്ന് പറയുക. മുത്തകല്ലിമിന്റെ താഇന് ഫതഹ് നൽകുക. അത് സാധാരണക്കാരിൽ നിന്നുള്ള പിഴവ്, അത് ഉപദ്രവം ചെയ്യൂല. അതുപോലെ വ ഇബ്ദാനിൽ ജീമി, സായ, ജീമിനെ സായി മറിക്കുക. സവ്വജ്തു എന്ന് പറഞ്ഞിടത്ത് സവ്വൈതു എന്ന് പറയാള്. പറയാൻ വൈകുല മുമ്പ് വെറ്റില മുറുക്കാനേ അറിയുള്ളൂ, അക്ഷരങ്ങളെ അറിയില്ല. ജീമിനെ മറിച്ചു, സായൻ സാ ആയിട്ട് മറിച്ചു. ഔ അക്സിഹി, അല്ലെങ്കിൽ ഇതിൻ്റെ മാറ്റം പോലെ.
സാഇനെ മറിച്ച് സവ്വജിത്തു പറഞ്ഞിടത്ത് ജവ്വസുത്തു എന്നാണ്. ജാവു ജീമുണ്ട്. അങ്ങനെ മാറ്റം കൊണ്ട് സംസാരിച്ചു. ഒരു പൊതു സാധാരണക്കാരൻ അങ്ങനെ മറിച്ചു. സവജിത്തൂല് സാ ഉണ്ട് ജീമുണ്ടല്ലോ. ജീം പറഞ്ഞിടത്ത് സാ പറഞ്ഞു, സാ പറഞ്ഞിടത്ത് ജീമ പറഞ്ഞു. അങ്ങനെ ആയാൽ അപ്പൊ ഉപദ്രവം ചെയ്യില്ല എന്നാണ് സർവൽ ഇർഷാദും സർവൽ മിന്നാജിനും ശൈഖുന പറഞ്ഞത്. വയന്നക്കിതു നിക്കാഹ് നിലവിൽ വരും ബി ഇശാറത്തിൻ ബി ഇശാറത്തി അഖ്റസിൻ ബി ഇശാറത്തി അഖ്റസ. അഖ്റസ് മൂകന്റെ ചൂണ്ടൽ കൊണ്ട്. മൂപ്പരിക്ക് വർത്താനം പറയാൻ വയ്ക്കൂല. അപ്പോൾ അങ്ങനെ അങ്ങനെ ആട്ടി, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കുളത്തി കാണിച്ചു കൊടുത്തു. എങ്ങനത്തെ ഇസാറത്താണ്? മുഫ്ഇമത്തിൻ, ഗ്രഹിപ്പിക്കുന്ന. ആർക്ക് നോക്കിയാലും ഓൻ കല്യാണത്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കണമെന്ന് പറയാം. എന്നാണ് പ്രധാന അഭിപ്രായം. ഇസാറത്ത് കൊണ്ട് നിക്കാഹ് കടന്നാൽ ശരിയാവും. വക്കീല പറയപ്പെട്ടു ലാ എന്നൊക്കെ നിക്കാഹു, നിക്കാഹ് നിലവിൽ വരൂല എന്ന്. ഇല്ലാ ബിസ്സീഗത്തിൽ അറബിയത്തി, അറബി ഭാഷയിലൂടെയല്ലാതെ. ഖുർആനിൽ അങ്ങനെ തസ്വീജിൻ്റെയും തൻകീഹിൻ്റെയും പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ അറബി ഭാഷ തന്നെ പറയാം. അപ്പോൾ ഒരു ചങ്ങായിക്ക് അറബി ഭാഷയിൽ പറയാൻ കഴിയില്ലെങ്കിലോ ഓ പഠിക്കണ വരെ പിന്നെ പെണ്ണിട്ടാൻ പറ്റൂല. അതന്നെ ആ കീല അനുസരിച്ച് അങ്ങനെ അലൈഹി. അപ്പോൾ അറബി അറിയാത്ത ആൾക്ക് ഫലൈഹി ഈ കീലപ്രകാരം നിർബന്ധമാണ്. അത് പ്രകാരം യസ്ബിറു ക്ഷമിക്കേണ്ടതാണ്. അൻഹു നിക്കാഹിനെ തൊട്ട്, അൻഹു അല്ല ഇന്ദൽ അജ്സീന, യസ്ബിറു ക്ഷമിക്കേണ്ടതാണ്. ഇന്ദൽ അജ്സി കഴിവുകേടുള്ള ഘട്ടത്തിൽ ഇലായത്തല്ലമ പഠിക്കുന്നത് വരെ. ഇവിടെ ഇടാൻ പറ്റൂല. അറബി ഭാഷയിൽ പറയാൻ കഴിയാത്തവന് കൈ കണ്ടാതാണ് ആ കീല പറയുന്നത്. ഔ യുവക്കില, അല്ലെങ്കിൽ അവൻ ഏൽപ്പിക്കണം മറ്റൊരാളെ. എന്റെ നിക്കാഹ് സ്വീകരിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയാം. അതോന് പറയാൻ വയ്ക്കും. അങ്ങനെ ചെയ്യേണ്ടത് എന്ന് ഒരു കീല പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവിടെ അടിവരയിട്ടുള്ള സ്ഥലമാണ്. അറബി ഭാഷ അറിയാത്ത ആളുടെ നിക്കാഹ് ശരിയാവുമോ? കീല ശരിയാവൂല എന്നാണ്. അറബി ഭാഷ അടിക്കാത്ത ആള് ഈ കീല പ്രകാരം എന്ത് ചെയ്യണം? 1 അടിവരട്ടോളൂ, 1 2 എഴുതിക്കോളൂ. യസ്ബിറു ഇന്ദൽ അജ്സി ഇല അൻ യതഅല്ലമ. 2 ഔ യുവക്കില. ഇത് മസ്അല വേറെ ആയിട്ട് എഴുതണം. 1 യസ്ബിറു, അവിടെയാണ് 1 ഇടേണ്ടത്. 2 ഔ യുവക്കിൽ, അല്ലെങ്കിൽ അവൻ ഏൽപ്പിക്കണം മറ്റൊരാളെ. ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ കീലയെ ബിൻ അഹമ്മദ, ഇമാം അഹമ്മദ് ബിൻ ഹംബലിൽ നിന്ന്. അദ്ദേഹം പറയുന്നുണ്ട് അറബി ഭാഷ അറിയാത്ത ആള് നിക്കാഹ് ചെയ്ത അഹമ്മദ് ബിൻ ഹംബലിന് 2 അഭിപ്രായങ്ങളാണ് എന്ന് മസലയിലും അദ്ദേഹം കാണും. വഖറജ പുറത്തു പോയി ബി കൗലി എൻ്റെ വാക്കുകൊണ്ട്, മുത്തസിലിൻ, മുത്തസിൻ എന്ന വാക്കുകൊണ്ട്. അത് മത്തിനെ കുറിച്ചാണ്. കബൂലിൻ മുത്തസിലിൻ ബിഹി എന്ന് കാണും. ഈജാബും വേണം കബൂലും വേണം എന്ന് പറഞ്ഞാൽ ഈജാബിന് നമ്മൾ അർത്ഥം പറഞ്ഞിരുന്നു ക്രിയാപദം, കബൂല് വിക്രിയാപദം എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ കബൂലിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് മുത്തസിലിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മുത്തസിലിന്റെ അർത്ഥം എന്താ? എന്തിനാ അത് പറഞ്ഞത് എന്നർത്ഥം. ആ മുത്തസിൽ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ മുത്തസിൽ എന്ന കൗല് കൊണ്ട് പുറത്തുപോയി ഒരു നിക്കാഹ്, ഒരു കബൂല്. ഇതാ തഖല്ലല ലഫ്ദുൻ അജ്നബിയുൻ, അന്യ ഒരു പദം ഇടയിൽ വന്നാൽ. അന്യപദം ഇടയിൽ വന്നാൽ അനിൽ അക്കതി,
ചടങ്ങിനെ തൊട്ട് അന്യമായത്. നിക്കായിൻ്റെ ഇതിൽ പെടാത്ത എന്തോ ഒരു പദം വന്നു. വൈൻ കല്ല, ആ ലഫ്ദുൽ അജ്നബി എത്ര കുറഞ്ഞാലും ശരി, അന്യ ഒരു പദം നിക്കായിന്റെ കബൂലിന്റെ ഇടയിൽ വന്നാൽ, ഉദാഹരണം അൻകഹത്തുക ഇബ്നതി, ഫസ്തൗസി ബിഹാ ഖൈറ. വലിയ പറയണം എന്ത് ചെയ്തു, നിനക്ക് എൻ്റെ മോളെ ഞാൻ വിവാഹം ചെയ്തു തന്നു, ഫസ്തൗസി ബിഹാ ഖൈറ, അവൾക്ക് നീ നല്ലതുകൊണ്ട് ഉപദേശിക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ മുത്തസിലായ കബൂൽ എന്നതിന് പറയില്ല. കാരണം എന്താ, അൻകഹത്തുക ഇബ്നതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൻ കബിൽത്തു എന്ന് പറയേണ്ടതായിരുന്നു. അതിന്റെ ഇടയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഫസ്തൗസി ബിഹാ ഖൈറ എന്നുള്ള ലഫ്ദ് അജ്നബിയായ പദം വന്നില്ലേ, അത് ശരിയാവൂല. ഇതാണിപ്പോ ശരിയാവില്ല എന്ന് പറയണാണ് ഇപ്പോൾ ഖറജ മുതൽക്ക് പറഞ്ഞത്. പക്ഷെ അവതരിപ്പിച്ച ശൈലി നോക്കാണ്. ഖറജ പുറത്തു പോയി, ബി കൗലി എൻ്റെ വാക്കുകൊണ്ട്, മുത്തസിലിൻ കബൂല് മുത്തസിലായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൊണ്ട് പുറത്തുപോയി, മാ ഒരു രൂപം പുറത്തുപോയി, ഒരു കബൂല് പുറത്തുപോയി. ഇതാ തഖല്ലല ലഫ്ദുൻ അജ്നബിയുൻ അൻ ലഖദി, ചടങ്ങിൽ പെടാത്ത അന്യ ഒരു പദം ഇടയിൽ ഉപയോഗിച്ചാൽ, വൈൻ കല്ല അതെത്ര കുറവാലും ശരി, അത് മുത്തസിലാവൂല എന്നാണ് അതിന് മനസ്സിലാവുക. അതാ പുറത്തുപോയി പറഞ്ഞാൽ മുത്തസിലാവണം എന്ന് പറഞ്ഞ രൂപത്തിൽ നിന്ന് ഈ രൂപം പുറത്തുപോയി. വലായദുറു, ഉപദ്രവമില്ല, തഖല്ലുലു ഖുതുബത്തിൻ ഖഫീഫത്തിൻ, ഒരു നേരിയ ഖുതുബ ഇടയിൽ വരൽ, മിന സൗജി ഭർത്താവിൽ നിന്ന്. വലിയ ഖുതുബ ഓതിയിട്ട് നിക്കാഹ് പറഞ്ഞു, അപ്പോ പിന്നെ ഭർത്താവും ഖുതുബ ഓതിയിട്ട് നിക്കാഹ് സ്വീകരിക്കുകയാണ്. എന്നാൽ നേരിയ ഖുതുബയാണെങ്കിൽ അത് ഈ മുത്തസിലിനോട് എതിരാവില്ല, ഉപദ്രവം ചെയ്യൂല. വൈൻ കുൽന, നമ്മൾ പറഞ്ഞാലും ശരി, ബി അദം ഇസ്തിഹ്ബാബിഹ ഖുതുബത്തും മിന സൗജ്, ഭർത്താവിൽ നിന്നുള്ള പ്രസംഗം ഖുതുബ അത് സുന്നത്തില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും സൗജിന്റെ ഖഫീഫായ ഖുതുബ ഇടയിൽ വരുന്നത് കൊണ്ട് ഉപദ്രവമില്ല. വൈൻ കുല, നമ്മൾ പറഞ്ഞാലും ശരി, ബി അദം ഇസ്തിഹ്ബാബിഹ, ഈ ഖുതുബത്തു സൗജ് സുന്നത്തില്ല എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും ഒരു സൗജ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അത് കുറഞ്ഞൊരു ഖുതുബയാണെങ്കിൽ അതുകൊണ്ട് മുത്തസിലായ കബൂലിൽ നിന്ന് പുറത്തു പോകില്ല. ഖിലാഫിൽ സുബിക്കി ഇമാം സുബിക്കിക്ക് മാറ്റമായും സുബിക്കി ഇമാം പറയുന്നത് ആ ഖുതുബത്തും ഖഫീഫ് കൊണ്ട് മുത്തസിലായ കബൂലിൽ നിന്ന് രൂപത്തിൽ നിന്ന് നിക്കാഹ് ഒഴിവാവും, അതുകൊണ്ടത് ശരിയാവില്ല എന്നാണ്, ഉപദ്രവം ചെയ്യുന്നതാണ്. അതുപോലെ വബിനി അബിൽ ഷരീഫ്, ഇമാം സുബിക്കിക്കും ഇബിൻ അബി ഷരീഫിനും മാറ്റമായി അവർ പറയുന്നത് ഉപദ്രവം ചെയ്യുന്നതാണ് കേട്ടോ. ഖഫീഫായ ഖുതുബ സൗജയിൽ നിന്ന് കബൂലിൻ്റെ ഇടയിലായിട്ട് വന്നാൽ അത് ശരിയാവില്ല എന്നാണ്, ഉപദ്രവം ചെയ്യുന്നതാണ് ഇമാം സുബിക്കിയും ഇബിൻ അബി ഷരീഫും പറയുന്നത്. അതുപോലെ വല ഫഖുൽ ഖബിൽതു നിക്കാഹ, വലായദുറു, ഉപദ്രവം ചെയ്യൂല. ഏത് രൂപം, ഫഖുൽ, അപ്പൊ നീ പറയേ, ഖബിൽതു നിക്കാഹ എന്ന് പറയേ എന്ന് ഇടയിൽ പറഞ്ഞത് കൊണ്ടൊന്നും മുത്തസിലായ കബൂല് കൊണ്ട് ഉപദ്രവം ചെയ്യുന്ന രൂപാവൂല. ലിഅന്നഹു മിൻ മുഖ്തദൽ അഖദി, ഇത് ചടങ്ങിന്റെ ആവശ്യത്തിൽപ്പെട്ടതാണല്ലോ. മുഖ്തദ ഹാജത്ത്, ചടങ്ങിന്റെ ആവശ്യത്തിൽപ്പെട്ട കാര്യമാണ് ഈ ഖുതുബയും. അതുപോലെ കുൽ ഖബിൽതു നിക്കാഹ എന്ന് കാലിന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അതൊക്കെ ചടങ്ങിന്റെ ആവശ്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അത് ഉപദ്രവം ചെയ്യൂല എന്നാണ്. ഫലോ ഔജബ, ഒരാൾ ഈജാബ് നടത്തി, വലിയ ഔജബ പറഞ്ഞാൽ ക്രിയാപദം ഉപയോഗിച്ചു, ജബജുദുക്ക എന്ന് പറഞ്ഞു.
എന്നിട്ട് സുമ്മ റജാൻ ഈജാബി, പിന്നെ ആ ഈജാബിൽ നിന്ന് ക്രിയാപദത്തിൽ നിന്ന് പിന്മാറി. ഒരു രൂപമാണ്. 2 ഔ റജഅത്തിൽ ആദിനത്തു ഫി ഇതിനിഹ, ഔ റജഅത്ത് അല്ലെങ്കിൽ മടങ്ങി അൽ ആദിനത്തു, വലിയന് സമ്മതം കൊടുത്ത പെണ്ണ് ഫി ഇതിനിഹ, അവരുടെ സമ്മതത്തിൽ. നിങ്ങളുടെ കെട്ടിച്ചോളി എന്ന് പറഞ്ഞിട്ട് സമ്മതം കൊടുത്തിരുന്നു. പിന്നെ ഓളെന്ത് ചെയ്തു? ജിനെ കെട്ടിച്ചണ്ട. ഇങ്ങനെ ഈ പെണ്ണ് സമ്മതം നൽകിയ പെണ്ണ് മടങ്ങുകയോ ഈജാബിൽ നിന്ന് ഈ ഈജാബ് നടത്തുന്ന വലിയ മടങ്ങുകയോ ചെയ്താൽ ഖബലൽ കബൂലി, സൗജിന്റെ കബൂലിന് മുമ്പ് മടങ്ങിയാൽ അങ്ങനെ ഒരു രൂപ, 2 രൂപ. ഇനി 3-മത്തത് ഔ ജുന്നത്ത്, അല്ലെങ്കിൽ സ്ത്രീക്ക് ഭ്രാന്ത് പിടിച്ചു. 4 അവ ഇർത്തദ്ദത്ത്, അല്ലെങ്കിൽ അവള് മതവ്യതിചലനം നടത്തി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഇങ്ങനെയൊക്കെ ഈജാബ് നടന്നതിന് ശേഷം ഉണ്ടായാൽ ഇംതറ അൽ കബൂലു, കബൂല് വിരോധമാണ് എന്ന് പറഞ്ഞാൽ ലംയസിഹ എന്നാണ്. അപ്പോൾ കബൂൽ ചെയ്യുന്നതിന് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കണമെങ്കിൽ കബൂല് വിരോധമാണെന്ന് പറഞ്ഞാൽ കബൂല് സ്വീകാര്യമാവില്ല, സഹിയാവില്ല. ഫറൂൻ, ഇതൊരു ശാഖ. ലൗ കാനൽ വലിയു, സംരക്ഷകൻ പറഞ്ഞാൽ മഹരിക്കഥ, അവളെ ഞാൻ ഇത്ര മഹറിന് നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ഫഖാല സൗജു, അപ്പോൾ സൗജ് പറഞ്ഞു ഖബിൽതു നിക്കാഹ, അവളെ നിക്കാഹിനെ സ്വീകരിച്ചു. വലം യഖുൽ, അവൻ പറഞ്ഞില്ല അലഹാദ സ്വദാഖി, ഈ വിവാഹ മൂല്യത്തിന് എന്ന് പറഞ്ഞില്ല. 2 പവൻ മഹറിന് വേറെ നിക്കാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ പറഞ്ഞു ഓളെ നിക്കാഹ് ഞാൻ സ്വീകരിച്ചു. പക്ഷേ ലം യഖുൽ, അയാൾ പറഞ്ഞില്ല അലഹാദ സ്വദാഖി, ഈ സ്വദാഖ് എന്ന മഹറിന് പറയുന്നതാ സ്വദാഖ്, ഈ വിവാഹ മൂല്യത്തിന്റെ പേരിൽ എന്ന് ഓൻ പറഞ്ഞില്ല. വെറും നിക്കാഹ് സ്വീകരിച്ചു എന്നാ പറഞ്ഞത്. നിക്കാഹ് സ്വീകാര്യമാവും, പക്ഷേ ബി മഹരിൽ മിസ്രി, നിലവാര വിവാഹ മൂല്യത്തിന്. അവളെ പോലത്തെ പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന മഹറിനാണ് മഹർ മിസ്രി പറയാൻ. ആ മഹർ മിസ്രിന് വിവാഹം സഹിയാവും. ഖിലാഫലിൽ ബാസി, ഖിലാഫലിൽ ബാരിസി, ഇമാം ബാരിസി റളിയല്ലാഹു അൻഹുവിന് മാറ്റമായി. ഉപരിണത് സഹിയാവൂല എന്നാണ്. കാരണം എന്താ, ഭർത്താവിൻ്റെയും വലിയൻ്റെയും ഈജാബും കബൂലും തമ്മിൽ യോജിച്ചിട്ടില്ല. ഈജാബ് പറഞ്ഞപ്പോൾ 2 പവൻ മഹർ എന്ന് പറഞ്ഞു, മറ്റോ സ്വീകരിച്ചപ്പോൾ നിക്കാഹ് സ്വീകരിച്ചു പറഞ്ഞു, എത്രക്ക് എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഇമാം ബാരിസി പറയുന്നുണ്ട്. അതാ മൂപ്പരിക്കെതിരെ എന്ന് പറയുന്നത്. അപ്പോൾ മൂപ്പര് ഒറ്റപ്പെട്ട അഭിപ്രായം, ശരിയാവൂല. ഇനി റംസാൻ മാസം വന്നാൽ അന്നെ ഞാൻ വിവാഹം കഴിച്ചു പറഞ്ഞാൽ ശരിയാവും. അതിന് തയലീക്ക് ഉടൻ നടപ്പിലാവുന്നതിനാണ്. ഉടൻ നടപ്പിലാവാത്തതിന് തയലീക്ക് കയറണം. അപ്പോൾ റമദാൻ മാസം വന്നാൽ, മഴ പെയ്താൽ, വാപ്പ ഗൾഫിൽ നിന്ന് വന്നാൽ, ഇങ്ങനെയൊക്കെ തയലീക്ക് ചെയ്യാൻ. ആ തയലീക്ക് നിക്കാവുമായ തയലീക്കിൻ, ഒരു കാര്യത്തോട് ബന്ധിപ്പിക്കലോട് കൂടെയുള്ള നിക്കാഹ് സ്വീകാര്യമാവില്ല. കൽ ബൈ പോലെയായ നിനക്ക് ബൈഇന്റെ ബാബിൽ പറഞ്ഞിരുന്നു, നിനക്ക് ഞാൻ വിറ്റു, പിന്നെ ഈ 3 നിനക്ക് ഞാൻ വിറ്റു, അടുത്ത വല്ലിരുന്നാക്കുക കാരണം അത് ശരിയാവില്ലല്ലോ. ബൽ എന്നല്ല ആവൂല, നിക്കാഹ് ബൈഇനേക്കാൾ ഉത്തമമാണ് സ്വീകാര്യമാവാതിരിക്കുക. എന്നെ സഹിയാവില്ലെങ്കിൽ നിക്കായതാവിന് സഹിയാവില്ല. കാരണം എന്താ, ഇഖ്തിസാസിഹി, നിക്കാഹ് പ്രത്യേകമായതിന് വേണ്ടി ബി മസീദിൽ ഇഹ്തിയാത്തി, കൂടുതൽ സൂക്ഷ്മത പാലിക്കൽ കൊണ്ട്. കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളൂ, ഒരു വിൽപ്പനയും വാങ്ങലും ഉള്ളൂ. എന്നാൽ നിക്കാഹ് അങ്ങനെയല്ലേ ഉള്ളൂ, ഒരു ജീവിതകാലം മുഴുവനുമുള്ള ഇടപാടാണ്. അതുകൊണ്ട് അത് സ്വീകാര്യമായി നടക്കണം. അപ്പം അത് തഹരീക്കാക്കാൻ പറ്റൂല. ബയ്യന്നെ പറ്റൂലെങ്കിൽ പിന്നെ നിക്കായതാലും പറ്റൂല. ബി മസീദിൽ എത്തിയാത്തി, കൂടുതൽ സൂക്ഷ്മത കൊണ്ട് പ്രത്യേകമാണ്. കായ് യക്കൂലൽ അബു, ഇനി തഹരീക്കിന് ഉദാഹരണം പറയാം. പിതാവ് പറയും പോലെ ലില്ലാഹരി, മറ്റൊരാളോട്, ഇൻകാനത്ത് ബിന്തി തുല്ലിക്കത്ത്, എൻ്റെ മോള് വിവാഹമോചനം നടത്തപ്പെട്ടാൽ, വാഴ്ത്തദ്ദത്ത്, അവള്
ദീക്ഷ ഇരിക്കുകയും ചെയ്താൽ ഇരിക്കുക ഫഖദ് സവ്വജ്തുകഹ, അപ്പോൾ അവളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. ഫഖബില, അങ്ങനെ സൗജ് സ്വീകരിക്കുകയും ചെയ്തു. സുമ്മ ബാന, പിന്നെ തെളിഞ്ഞു, ഇൻഖിലാഉ ഇദ്ദത്തിഹ, അവളുടെ ദീക്ഷാകാലം കഴിഞ്ഞു കടന്നിട്ടുണ്ട്. വാന അദ്നത് ലഹു, ആ പെണ്ണ് സമ്മതം നൽകിയിട്ടുണ്ട്. ലഹു അബിന്, എന്നാൽ പോലും പദപ്രയോഗം അസാധുവായതിന് വേണ്ടി ബിത്താനിക്ക് ബന്ധിപ്പിച്ച കാരണത്താൽ, ബന്ധിപ്പിച്ചത് ഇൻകാലത്ത്, അതാണ് ബന്ധിപ്പിക്കല്. എൻ്റെ മോള് തലാക്ക് ചെല്ലുകപ്പെടുകയും അവളെ ഇദ്ദ കഴിയുകയും ചെയ്താൽ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തന്നു എന്നാ പറഞ്ഞത്. അതിനാണ് താലീക്ക് വരണത്. മറ്റൊന്നിനോട് മറ്റൊരു കാര്യത്തോട് ബന്ധിപ്പിക്കും. എന്നാ അവിടെ നിക്കാഹ് സഹിയാവൂല. സുമ്മ ബാന, പിന്നെ തെളിഞ്ഞു, ബാനക്കാനെ തെളിഞ്ഞു നടത്തും. ഇൻഖിലാഉ ഇദ്ദത്തി, അവളുടെ ദീക്ഷാകാലം കഴിഞ്ഞു എന്ന്. വാനഹ അദ്നത് ലഹു, അവന് സമ്മതം നൽകിയിട്ടുണ്ട്. ഫലായസി ഊ, എന്നാൽ പോലും സഹിയാവൂല. ലിഫസാദി സീഗത്തി, പദം അസാധുവായതിന് വേണ്ടി ബിത്തരീക്ക് ബന്ധിപ്പിച്ച കാരണത്താൽ. ബാസ, ചർച്ച ചെയ്തിട്ടുണ്ട്. ബാലവും അവരിൽപ്പെട്ട ചിലര് അസിഅത, സ്വീകാര്യതയെ, ഫീ ഇൻകാനത്ത് ഫുലാനത്ത് മൗലിയത്തി ഫഖദ് സവ്വജ്തുകഹ എന്ന താരീഖിൽ അതിന് സഹിയാവുമെന്ന് ചില ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പില്ല എന്നർത്ഥം. ചില ആളുകളുള്ളൂ. ഫീ അർത്ഥം ഈ രൂപത്തിൽ അതിനാ ഫീ കൊടുത്തിട്ടുണ്ട്. ഏതാ രൂപം? ഇൻകാനത്ത് ഫുലാനത്ത് മൗലിയത്തി, ഇൻകാനത്ത് ഫുലാനത്തു, അവളാണെങ്കിൽ, ശ്രീമതി ആണെങ്കിൽ, ഫുലാനത്തിന് ശ്രീമതി, ഒരു പെണ്ണ്, മൗലിയത്തി, എൻ്റെ സംരക്ഷണയിലുള്ള പെണ്ണാണെങ്കിൽ, ഫഖദ് സവ്വജ്തുകഹ, അപ്പൊ അവളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തന്നു. അങ്ങനെ പറഞ്ഞിടത്തും താലീക്കിന്റെ രൂപമുണ്ടല്ലോ, ആണെങ്കിൽ ഇൻകാനത്ത് എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെ സഹിയാവുന്നൊരു അഭിപ്രായമുണ്ട്. അതുപോലെ വഫീ സവ്വജ്തുക, നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നു എന്നതിലും ഇൻഷീത്ത, നീ ഉദ്ദേശിച്ചാൽ, അവിടെ ഇൻഷീത്ത പറഞ്ഞല്ലോ, അത് താലീക്ക് മാതിരി, നീ ഉദ്ദേശിച്ച അടക്കിയാണ്, അനക്ക് വേണമെങ്കിൽ കെട്ടിച്ചു തരാന്ന് പറഞ്ഞ മാതിരി, അങ്ങനെ പറഞ്ഞാൽ അവിടെയും സഹിയാവുമെന്ന് ചില ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കൽ ബൈ പോലെ, ബൈ സഹിയാവുന്നതാണെന്ന് ചർച്ച ഉള്ള പോലെ. ഇത് കാരണമല്ല തഹരീക്കപ്പിലാക്കിക്കത്തി, ഏത് യഥാർത്ഥത്തിൽ അവിടെ തഹരീക്കില്ലല്ലോ, ബന്ധിപ്പിക്കില്ലല്ലോ. നോക്കാണ്, എൻ്റെ ഫുലാനത്താണെങ്കിൽ, എൻ്റെ പെണ്ണ് തലാക്ക് ചെല്ലപ്പെട്ടവളാണെങ്കിൽ എന്ന് പറയണ അതേ പ്യൂരിറ്റി തഹരീക്കിന് ഇവിടെ ഇല്ല. ഈ പെണ്ണ് ഫുലാനത്ത് പറഞ്ഞാൽ സുബൈദ, ആമിന, ആരും ആവാലോ. എൻ്റെ പെണ്ണ് എന്ന് പറയാതെ സൂചിപ്പിക്കാനാണ് ഈ ഫുലാനത്ത് ഉപയോഗിക്കൽ. അപ്പൊ അവളെൻ്റെ സംരക്ഷണത്തിലുണ്ടെങ്കിൽ ഞാൻ അവളെ കെട്ടിച്ചു തന്നു. അവിടെ യഥാർത്ഥത്തിൽ തഹരീക്ക് ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് സഹിയാണ്. വലാബാത്തീത്തിൻ, സമയം നിശ്ചയിക്കലോടൊപ്പവും നിക്കാഹ് സഹിയാവൂല. ഒരാഴ്ചക്ക്, ഒരു മാസത്തിന്, ഒരു കൊല്ലത്തിന് എന്നൊക്കെ പറഞ്ഞ് നിക്കാഹ് കഴിക്കുക. തഹ്കീത്തിൽ നിക്കാഹി, നിക്കാഹിന് സമയം നിശ്ചയിക്കലോടുകൂടെയും സഹിയാവൂല. ബി മുദ്ദത്തിൻ മഅലൂമത്തിൻ, അറിയപ്പെട്ട ഒരു കാലയളവ് കൊണ്ട്. അപ്പോ എന്താണല്ലോ, വലാമാ തൗഖീത്തിൽ നിക്കാഹി മുദ്ദത്തിൻ മഅലൂമത്തിൻ ഔ മജ്ഹൂലത്തിൻ, അറിയപ്പെട്ട ഒരു കാലം കൊണ്ട്, ഒരു ഡേറ്റ് കൊണ്ട്, അല്ലെങ്കിൽ മജ്ഹൂലത്ത്, അറിയപ്പെടാത്ത ഒരു ഡേറ്റ് കൊണ്ട് നിക്കാഹിന് സമയം നിശ്ചയിക്കൽ സഹിയാവൂല. മുദ്ദത്താണ് കാലയളവ്. ഒരു കൊല്ലത്തിന്, 2 കൊല്ലത്തിന് എന്നൊക്കെ പറയാം, ഒരു മാസത്തിന്, 6 മാസത്തിനൊക്കെ. ഫയഫ്സുദു, ആ നിക്കാഹ് സഹിയാവും, ആ നിക്കാഹ് അസാധുവാകും. ലിസിഅത്തിൻ നഹി അൻ നിക്കാഹിൽ മുത്അത്തി, നിക്കാഹുൽ മുത്അത്തിനെ തൊട്ട് വിലക്ക് സ്വീകാര്യമായതിന് വേണ്ടി. ലിസിഅത്തിൻ നഹി, ഹദീസിൽ വിലക്ക് സ്വീകാര്യമായതിന് വേണ്ടി. അൻ നിക്കാഹിൽ മുത്അത്തി, മുത്അത്തിന്റെ വിവാഹത്തെ തൊട്ട്. എന്താണ് മുത്അത്തിന്റെ വിവാഹം? വഹുവൽ മുഅഖ്ഖതു, അത് സമയം നിശ്ചയിക്കപ്പെട്ട വിവാഹമാണ്. അതിനാ മുത്അത്തിന്റെ വിവാഹം എന്നാണ്.
വെറും ഒരു സുഖിക്കൽ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വിവാഹം കഴിക്കുക. വലവു ബി അൽഫി സനത്തിൻ, അത് 1000 വർഷം കൊണ്ട് സമയം നിശ്ചയിച്ചാലും ശരി. അങ്ങനെ 1000 കൊല്ലത്തിന് കെട്ടിയെന്നാ പറയണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 60 കൊല്ലം 70 കൊല്ലം ജീവിക്കുള്ളൂ. എന്നാൽ പോലും അത് തൗക്കീത്തിൽപ്പെട്ടത് കൊണ്ട് സഹിയാവില്ല. എന്നാൽ വലൈസ മിന്നു, ഈ തൗക്കീത്തിൽപ്പെട്ടതല്ല ഒരു നിക്കാഹ് ലൗ കാല, വലിയ പറഞ്ഞാൽ സവ്വജതുകഹ, അവിടെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തന്നു, മുദ്ദത്ത ഹയാത്തിക്ക, നിന്റെ ജീവിത കാലയളവിന്, എൻ്റെ ജീവിതകാലത്തിന് മുഴുവൻ എന്ന് പറഞ്ഞു. അവളും ശരിക്കും അവിടെ തൗക്കീത്തുണ്ട് തോന്നിപ്പോവും, പക്ഷെ അത് തൗക്കീത്തിൽ പെട്ടതല്ല. ഔ ഹയാത്തിയ, അല്ലെങ്കിൽ അവളുടെ കാലം മുഴുവൻ. എന്തുകൊണ്ട് ഇത് തൗക്കീത്തിൽ പെട്ടില്ല? ലിഅന്നഹു മുഖ്തദ നിക്കാഹി, മുഖ്തദൽ അഖദി, അത് ചടങ്ങിന്റെ ആവശ്യത്തിൽപ്പെട്ടതാണ്, ചടങ്ങിന്റെ സൂചനയിൽപ്പെട്ടതാണ്. ഓളിവാന്റെ ജീവിതകാലം മുഴുവനും വേണ്ടി വിവാഹം കഴിച്ചല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചടങ്ങിന്റെ ഇതിൽപ്പെട്ടപ്പോ അതൊരു കാലയളവ് കൊണ്ട് എന്ന് പറഞ്ഞ തൗക്കീത്തിൽ മുദ്ദത്തിൽ പെടുത്തുന്നില്ല. അപ്പൊ അത് ശരിയാവും. ബൽ യബ്ക അസറുഹു, അതിന്റെ നേട്ടം സ്ഥിരമാവുന്നതാണ്, ശേഷിക്കുന്നതാണ്. ബഅദൽ മൗത്തി, മരണത്തിന് ശേഷവും. ഇത് സഹിയാവും ചെയ്യും. പക്ഷെ അത് പറഞ്ഞോണ്ട് മരണം വരെയുള്ളൂ, അല്ലെ നിക്കാഹ് ഉണ്ടാവും അപ്പൊ അതിന് ശേഷം ഉണ്ടാവില്ല എന്ന് ചോദിക്കണ്ട. അങ്ങനെ പറഞ്ഞു വെച്ചാൽ മരണത്തിന് ശേഷവും അതിന്റെ നേട്ടം ശേഷിക്കുന്നതാണ്. വയൽസമുഹു, അയാൾക്ക് നിർബന്ധമാണ്. അയാൾക്ക് പറഞ്ഞാൽ വിവാഹം കഴിച്ച ആൾക്ക് ഇപ്പം ഈ നിക്കായിൽ മുത്തഅത്തിന്റെ വിവാഹത്തിൽ നിക്കായിൽ നിശ്ചിത കാലയളവിൽ നിക്കാഹ് ചെയ്യുന്നിടത്ത് അവന് നിർബന്ധമാവും അൽ മഹറു, മഹർ മിസ്ലിന് നിർബന്ധമാവുന്നതാണ്. മിസ്ലിന് കൊടുക്കേണ്ടി വരും. നിത്യത്തിന്റെ വിവാഹം കഴിച്ചുകൊണ്ട് ശരിയാവില്ല, അവിടെ ഒന്നും തിരിലറിയാൻ പറ്റൂല. അതുപോലെ വൽ നസബു, തറവാടും, അതിൽ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഓൻ്റെ കുട്ടിയെന്നാ പറയുക. വൽ ഇദ്ദത്തു, ദീക്ഷാകാലവും, ക്വാറന്റൈനിലിരിക്കുക അറിഞ്ഞത്, ആ ദീക്ഷയിലിരിക്കലും, ഇത് ഒക്കെ സ്ഥിരമാവും. എന്നാൽ വയസ്കുത്തുൽ ഹദ്ദു, ദൈവിക ശിക്ഷ ഒഴിവാകും. ശരിയാകാത്ത നിക്കായിലൂടെ ജിമാ നടന്നാൽ സിനയായിട്ടല്ലേ വരിക. അപ്പോൾ അവിടെ ഹദ്ദു കൊടുക്കണ്ടേ? ഇല്ല. യസ്കുത്തുൽ ഹദ്ദു, അത് ഒഴിവാകുന്നതാണ്. അപ്പോൾ മുത്തഅത്തിന്റെ വിവാഹം അസാധുവാണ്. പക്ഷേ മുത്തഅത്തിന് വിവാഹം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ 1, നിർബന്ധമുള്ള കാര്യങ്ങൾ 1 മഹർ, 2 നസബ്, 3 ഇദ്ദ, 4 യസ്കുത്തുൽ ഹദ്ദു, ഹദ് ഒഴിവാകുന്നതാണ്. ഇൻ അഖദ ബി വലിയിൻ, അവൻ വലിയനെ വെച്ച് ഇടപാട് നടത്തിയാൽ, ഷാഹിദൈനി, 2 സാക്ഷികളെയും വെച്ച്, വലിയുണ്ടായിക്കണ് 2 സാക്ഷി ഉണ്ടായിക്കണ് എങ്കിൽ പിന്നെ ഹദ് അടിക്കേണ്ടതില്ല. ഫൈൻ അഖദ, അവൻ ചടങ്ങ് നടത്തിയാൽ ബൈനഹു വ ബൈനൽ മർഅത്തി, സ്ത്രീയുടെയും അവന്റെ ഇടയിൽ, ഒരു പെണ്ണിനെ കൊടുത്തിട്ട് ഓൻ തന്നെയാണ് കെട്ടി, വലിയൊന്നും ഉണ്ടായിട്ടില്ല, സാക്ഷികളും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിലോ വജബൽ ഹദ്ദു, ദൈവിക ശിക്ഷ നിർബന്ധമാണ്. കേൾക്കുന്നുണ്ടല്ലോ. ഫൈൻ അഖദ, ഒരു ചങ്ങായി പെണ്ണ് കെട്ടി, ബൈനഹു ബൈനൽ മർഅത്തി, ഓൻ്റെ ഈ പെണ്ണിന്റെ ഇടയിൽ ഓൻ കെട്ടിച്ചു കൊടുക്കാൻ വലിയൊന്നും ഉണ്ടായിട്ടില്ല. വജബൽ ഹദ്ദു, അവളെ ദൈവിക ശിക്ഷ നിർബന്ധമാവുന്ന പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലേണ്ടതാണ്. ഇതിനായിട്ട് പരിഗണിക്കുക. ഇൻ വത്യ, നിക്കാഹ് നടന്നതിന് ശേഷം അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, സംയോഗം നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഹദ്ദ് നിർബന്ധമാവും. വരിയില്ല നിക്കാഹ് കഴിച്ച. വയസ്സ് വജബൽ ഹദ്ദു, ഹദ്ദ് നിർബന്ധമാവുന്ന സ്ഥലത്ത്, ഹദ്ദ് പറഞ്ഞാൽ ദൈവിക ശിക്ഷ, ഹദ്ദ് നിർബന്ധമാവുന്ന സ്ഥലത്ത് ലം യസ്ബുത്തിൽ മഹറു, മഹർ സ്ഥിരമാവൂല. അപ്പോൾ ഫീസ് കൊടുക്കേണ്ടി വരില്ല എന്നർത്ഥം. സിനക്കുള്ള ഫീസായിട്ടേ വരുള്ളൂ, മഹർ വിവാഹത്തിന്റെ മഹറായിട്ട് വരില്ല. വലാമ ബഅദഹു, മഹറിന് ശേഷം പറഞ്ഞതും സ്ഥിരമാവൂല എന്ന് പറഞ്ഞാൽ നമ്മൾ മുത്തഅത്തിന്റെ വിവാഹത്തിൽ മഹർ നിർബന്ധമാവും, നസബ് നിർബന്ധമാവും, ഇദ്ദ നിർബന്ധമാവും എന്നൊക്കെ പറഞ്ഞില്ലേ. എന്നാൽ അത് നിർബന്ധമാവുന്ന അവസ്ഥയിലാണെങ്കിൽ വലിയില്ലാതെ ഷാഹിദില്ലാതെ വിവാഹം നടന്നിക്കണമെങ്കിൽ എന്തുണ്ടാവൂല? മഹറും കിട്ടൂല, തറവാടും ഉണ്ടാവൂല. അതിലുണ്ടായ കുട്ടിക്ക് തറവാടില്ല എന്ന് വെക്കുക. അതുപോലെ പിന്നെ അവൻ കാര്യം തീർത്തു കഴിഞ്ഞാൽ ഇദ്ദയും നടത്തേണ്ടതില്ല. വയന്നക്കിതു നിക്കാഹു, നിക്കാഹ് നിലവിൽ വരുന്നതാണ് ബിലാ ദിക്രി മഹരിൻ ഫിൽ അഖദി, ചടങ്ങിൽ മഹർ പറയാതെ.
കല്യാണം കഴിക്കുമ്പോൾ ഇത്ര മഹർ എന്ന് പറയണമെന്നില്ല. ബൽ യുസനു ദിക്റുഹു, മഹർ പറയൽ സുന്നത്തേ ഉള്ളൂ. ഫീഹി, ചടങ്ങിന്, ചടങ്ങടക്കുമ്പോൾ മഹർ പറയൽ സുന്നത്തുള്ളൂ. കുരിഹ, കറാത്താക്കപ്പെട്ടിരിക്കുന്നു ഇഖ്ലാഉഹു, നിക്കാഹിനെ ഒഴിവാക്കൽ അൻഹു, മഹറിൽ നിന്ന്. മഹർ തീരല്ലാതെ നിക്കാഹ് ചെയ്യൽ കറാഹത്താണ്. ഞാൻ പക്ഷേ ലൗ സവ്വജ അമതഹു ബി അബ്ദിഹി, സ്വന്തം അടിമ സ്ത്രീയെ സ്വന്തം അടിമയായ പുരുഷന് കെട്ടിച്ചു കൊടുത്താൽ ലം യുസ്തഹബ്ബ, അപ്പൊ പിന്നെ മഹർ പറയൽ സുന്നത്തില്ല എന്നുണ്ട്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.